ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഏബിൾ ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന GSTR 1 എക്സ്റ്റെൻഡ് ചെയ്തു, ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ 9/2024 എന്നുള്ള നോട്ടിഫിക്കേഷൻ വഴിയാണ് ആ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ 9/2024 ഡേറ്റഡ് 12th of April, അതായത് ഇന്നലെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ടിൽ 12th day of April 2024. അപ്പോൾ നോർമൽ ഡ്യൂ ഡേറ്റ് ഏപ്രിൽ 11 ആയിരുന്നു, അത് ഏപ്രിൽ 12 ആക്കിയിട്ടുണ്ട്, ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പോർട്ടലിൽ 12-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നൊക്കെ പോർട്ടലിൽ വന്നാലും അതോറിറ്റേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷൻ ഷാൽ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് വിത്ത് ഇഫക്റ്റ് ഫ്രം 11th April 2024 മുതൽ ഇതിന് പ്രാബല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേനെ. കാരണം 11-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11-ാം തീയതി മുതൽ തന്നെ ഈ നോട്ടിഫിക്കേഷന് പ്രാബല്യം ഉണ്ടായിരിക്കണം, എന്നാലല്ലേ ആ ഡേറ്റ് പ്രോപ്പർലി എക്സ്റ്റെൻഡ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഈസ് ഇഫക്റ്റീവ് ഫ്രം 12th of April എന്ന് പറയുന്നത്, അവസാനം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ആസ് എ ടാക്സ് പ്രൊഫഷണൽസ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. എങ്ങനെയാണ് ഇത് ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഇൻ എക്സസൈസ് ഓഫ് ദ പവർ by the second proviso to 37(1). 37 എന്ന് പറയുന്നത് GSTR 1-ന്റെ സെക്ഷനാണ്. അതിൽ സെക്കൻഡ് പ്രൊവൈസോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്മീഷണർക്ക് വേണമെങ്കിൽ, ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഡ്യൂ ഡേറ്റ് GSTR 1-ന്റെ ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപ്രകാരം അവർ അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. Hereby make the following further amendment. എവിടെ? നോട്ടിഫിക്കേഷൻ 83/2020. അപ്പോൾ ഈ 83/2020 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് GSTR 1-ന്റെ ഡ്യൂ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മദർ നോട്ടിഫിക്കേഷനാണത്. ആ നോട്ടിഫിക്കേഷനിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതാണ് ഈ 9/2024 നോട്ടിഫിക്കേഷൻ വഴി. അപ്പോൾ ഇത് GSTR 1-ന്റെ പല സമയത്ത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത ഡ്യൂ ഡേറ്റുകൾ എന്നാണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എവിടെ പോയി നോക്കണം? ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ 83/2020 കാലാകാലങ്ങളിൽ മാറി മാറി വരുന്നുണ്ട്. അത് വായിച്ചു നോക്കിയാലാണ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെ GSTR 1-ന്റെ ഡ്യൂ ഡേറ്റുകൾ എപ്പോഴൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ കാര്യം മാത്രമല്ല അറിയേണ്ടൂ. ഓക്കെ, അപ്പോൾ 83/2020 ഇത് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇൻ ദ സെഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 83/2020 എന്നുള്ള മദർ നോട്ടിഫിക്കേഷനിൽ ആഫ്റ്റർ ദ ഫോർത്ത് പ്രൊവൈസോ ദ ഫോളോയിങ് പ്രൊവിഷോ ഷാൽ ബി ഇൻസേർട്ടഡ്. ഇപ്പം താഴെ പറയുന്ന കാര്യം അവർ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പാരഗ്രാഫ് അവർ ആഡ് ചെയ്തു മദർ നോട്ടിഫിക്കേഷനിൽ. അപ്പം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? പ്രൊവൈഡഡ് ആൾസോ ദ ടൈം ലിമിറ്റ് എന്തിനാണ്? ഫോർ ഫർണിഷിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഇൻ GSTR 1. GSTR 1 ഫയൽ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ആർക്ക്? ഫോർ ദ രജിസ്റ്റേർഡ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ 39(1). ആരാണ് 39(1) എന്ന് പറഞ്ഞാൽ? GSTR 3B ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളവരുടെ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 3B ഫയൽ ചെയ്യുന്നവരാണ് GSTR 1 ഫയൽ ചെയ്യുന്നത്. അപ്പോൾ 3B ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളവർ അവരുടെ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി പറയുന്നത്? കാരണം ഏതൊഴികെ അതർ ദാൻ GSTR 3B ആണ് ഫയലെങ്കിൽ പോലും ആർക്ക് ഈ ബെനിഫിറ്റ് ഇല്ല? അതർ ദാൻ ദ രജിസ്റ്റേർഡ് പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ പ്രൊവൈസോ ടു ദ സെഡ് സബ്സെക്ഷൻ. അപ്പോൾ സെക്ഷൻ 39-ന്റെ സബ്സെക്ഷൻ 1-ലെ പ്രൊവൈസോയിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ്? QRMP-കാരാണ്. അപ്പോൾ QRMP-കാർക്ക് ഈ ബെനിഫിറ്റിന്റെ ആവശ്യമില്ല. കാരണം QRMP-കാർക്ക് ഫോർത്ത് ക്വാർട്ടറിന്റെ GSTR 1 ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഏപ്രിൽ 13-ാം തീയതിയാണ്. അപ്പോൾ അവർക്ക്
ഈ തടസ്സമില്ല, അവരുടെ ഡ്യൂ ഡേറ്റ് ഏപ്രിൽ 13 തന്നെയായിരിക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. ഓക്കെ, അപ്പോൾ ആ QRMPക്കാർ ഒഴികെ ഉള്ള 3B ഫയൽ ചെയ്യുന്ന ആൾക്കാരുടെ 1 ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ആണ് മാറ്റിയത്. ഓക്കെ, അപ്പൊ ഇത് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് പ്രൊഫഷണൽസ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഏത് പീരീഡിനാണിത്? ഫോർ ദ ടാക്സ് പീരീഡ് March 24 ഷാൽ ബി എക്സ്റ്റെൻഡഡ് ടിൽ 12th of April 2024. അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.